ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഒരു ക്ലോത്തിങ് സ്റ്റോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങൾ നേരത്തെ മാരാരിക്കുളത്ത്, നേരത്തെ അല്ല 2-3 ദിവസം മുമ്പേ മാരാരിക്കുളത്ത് ഒരു ക്ലോത്തിങ് സ്റ്റോൾ ഇട്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ, ഒരു റീലായിട്ട് ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്തു, അതുപോലെ യൂട്യൂബിലും പോസ്റ്റ് ചെയ്തു. യൂട്യൂബിലധികം വ്യൂസ് പോയില്ല, ഇൻസ്റ്റഗ്രാമിൽ നല്ല റീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റീൽ കണ്ടിട്ട് കുറേ പേര് എനിക്ക് DM ചെയ്തു എങ്ങനെയാണ് ഒരു ക്ലോത്തിങ് സ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതുപോലെ എന്തൊക്കെ ശ്രദ്ധിക്കണം, മിനിമം ബഡ്ജറ്റ് എത്രയാണ്, എന്തൊക്കെയാണ് വേണ്ടത് ബേസിക്കായിട്ട്, അപ്പോൾ ഇത്രയും ചാർജൊക്കെ വേണ്ടി വരും, അങ്ങനെ കുറേ DMs വന്നു. അപ്പോൾ അതിനെല്ലാത്തിനും കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്കൊരു പോപ്പപ്പ് സ്റ്റോർ, അല്ലെങ്കിൽ പോപ്പപ്പ് സ്റ്റോർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ടായിരിക്കും, അല്ലാണ്ട് ഒരു ക്ലോത്തിങ് സ്റ്റോള് പോലെ ഇടാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടതൊരു സ്റ്റാൻഡാണ്. ഇപ്പോൾ ഞാനിവിടെ എംബ്രോയ്ഡറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഡ്രസ്സിൽ, അപ്പോൾ അത് ചെയ്തുകൊണ്ട് വരാം. ഫസ്റ്റ് വേണ്ടത് ഒരു സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. ഒരു 900 ആ റേഞ്ച് മുതൽ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡുകൾ നമുക്ക് കിട്ടും. ഞാൻ വാങ്ങിയത് 1600 സംതിങ് രൂപയുടെ ആയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് അത്യാവശ്യം നല്ല സ്റ്റാൻഡാണ്. പിന്നെ ബീച്ചിലൊക്കെ ഇടുമ്പോഴാണെങ്കിൽ ഇതിൻ്റെ താഴെ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം വെക്കണം, ഇല്ലെങ്കിൽ ഇത് കാറ്റത്ത് മറിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ ക്വാളിറ്റി പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റാൻഡ് വേണം. അപ്പം നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡ് വാങ്ങും. ഒരു 1000 രൂപയുടെ ഒക്കെ സ്റ്റാൻഡാണെങ്കിൽ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് നല്ലതായിരിക്കും. ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ 2 കമ്പികൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ തുണി അതിലിടാൻ പറ്റും. അല്ലാണ്ട് ഒരു കമ്പി മാത്രമായിട്ടുള്ള സ്റ്റാൻഡുകളുണ്ട്, അപ്പോൾ അതിന് കുറച്ചുകൂടെ റേറ്റ് കുറവാണ്. അപ്പോൾ അങ്ങനെ ബഡ്ജറ്റ് കുറച്ച് വാങ്ങണം എന്നുള്ളവർക്ക് അത് നോക്കി വാങ്ങാം. പിന്നെ നമുക്ക് വേണ്ടത് ഹാങ്ങറുകളാണ്. ഹാങ്ങറുകൾ നമ്മൾ ആദ്യം വിചാരിക്കും വീട്ടിലൊക്കെ ഹാങ്ങർ കാണുമല്ലോ, അത് എടുത്തുകൊണ്ട് പോയാൽ പോരെ എന്നുള്ളത് ഓർക്കും. പക്ഷേ നമ്മുടെ ടോട്ടൽ ലുക്കിനെ തന്നെ അത് ബാധിക്കും. കാരണം ഞാൻ ആദ്യം തണ്ണീർമുഖത്ത് ചെറുതായിട്ടൊരു സ്റ്റോൾ ഇട്ടപ്പോൾ പല പല കളറിലുള്ള ഹാങ്ങർ അടുത്ത് കൊണ്ടുപോയത്, അപ്പോൾ അത് നമ്മുടെ സ്റ്റോളിൻ്റെ ലുക്കിനെ തന്നെ ബാധിച്ച്. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെയാണെങ്കിലും അതൊരു ഭംഗി കാണത്തില്ല പല കളറിൽ ഇങ്ങനെ ഹാങ്ങർ എടുക്കുമ്പോൾ. ഇപ്പോൾ കുറഞ്ഞ ഹാങ്ങർ വാങ്ങുവാണെങ്കിൽ തന്നെ എല്ലാം ഒരു കളറിലുള്ള ഹാങ്ങർ വാങ്ങാൻ നോക്കുക. പറ്റുവാണെങ്കിൽ വുഡൻ ഹാങ്ങർ തന്നെ വാങ്ങാൻ നോക്കുക, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, കാണാനും ഭംഗി. അതിനുള്ള ബഡ്ജറ്റ് ഇല്ല എങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ എല്ലാം ഒരു കളറിലുള്ള, ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ ഓഫ് വൈറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു കളറിലുള്ള എല്ലാ ഹാങ്ങറും ഒരേ കളറിൽ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് താങ്ക് യു കാർഡാണ്. അപ്പം ഞാൻ താങ്ക് യു കാർഡ് അടിച്ചപ്പോൾ അതിൽ തന്നെ നമ്മുടെ QR കോഡ്, ഇൻസ്റ്റഗ്രാം ID, ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ എല്ലാം ആഡ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാം നമുക്ക് എന്തൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് അതെല്ലാം ആ കാർഡിൽ തന്നെ ആഡ് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ കെയർ ലേബലും വാഷ് കെയറും ഒക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഒക്കെ അതിൽ ആഡ് ചെയ്തായിരുന്നു. 2 സൈഡും പ്രിൻ്റ് ചെയ്തിട്ടുള്ള താങ്ക് യു കാർഡായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു കാർഡിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. ഒരു 100 എണ്ണത്തിന് 400 രൂപയൊക്കെ ആയിരുന്നു ഞാൻ താങ്ക് യു കാർഡ് അടിച്ചപ്പോൾ എനിക്കുണ്ടായ കോസ്റ്റ്. 50 എണ്ണമൊക്കെ അടിക്കുവാണെങ്കിൽ ഒരു 150-300 രൂപയ്ക്കുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ലൈറ്റായിരുന്നു. ലൈറ്റ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു, ആദ്യം ചെയ്തപ്പോഴും ലൈറ്റ് ഇല്ലായിരുന്നു. അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരു രാത്രി ടൈമൊക്കെ ആകുമ്പോൾ കസ്റ്റമർ നമ്മുടെ സ്റ്റോൾ ശ്രദ്ധിക്കുള്ളൂ, അങ്ങോട്ട് വരത്തുള്ളൂ. ഡ്രസ്സൊക്കെ കാണാനൊരു ഭംഗി വേണമെങ്കിൽ ലൈറ്റ് വേണം. നമുക്കതില്ലായിരുന്നു, അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തന്നെ ലൈറ്റ് സെറ്റ് ചെയ്യുക. അത് ലാസ്റ്റ് ടൈമിലേക്ക് വെച്ച് അവസാനം ലൈറ്റ് ഇല്ലാതെ പോകേണ്ടി വരും. എനിക്കുണ്ടായ അനുഭവം അങ്ങനെയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ലൈറ്റ് സെറ്റ് ചെയ്യുക. ബാറ്ററി അല്ലെങ്കിൽ മറ്റേ കറണ്ടിൻ്റെ തന്നെ ലൈറ്റ് സെറ്റ് ചെയ്യുക. അല്ലാണ്ട് ബാറ്ററിയുടെ ലൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് എന്തെങ്കിലും കസ്റ്റമർ വരുമ്പോൾ അവർക്ക് സാധനം വാങ്ങി കഴിയുമ്പോൾ കൊടുക്കാറുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ്. ഞാൻ കൊടുത്തത് അങ്ങനെ സ്പഞ്ചീസ് ആയിരുന്നു. ഇപ്പം ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് ഞാൻ തന്നെയാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് സ്പഞ്ചീസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അധികം കോസ്റ്റ് വരുന്നില്ല. എനിക്ക് മിച്ചം വരുന്ന കട്ട് പീസും ഇലാസ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് എനിക്കധികം കോസ്റ്റ് വരുന്നില്ല. അപ്പം നിങ്ങളല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, നിങ്ങൾ ബൾക്കായിട്ട് ക്ലോത്ത് എടുത്ത് കൊടുക്കുന്നവരാണെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയൊരു ക്യാൻഡിയോ അങ്ങനെ എന്തെങ്കിലും കസ്റ്റമർക്ക് സാധനങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അങ്ങനെ ഒരു സ്റ്റോൾ ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുള്ള സ്ഥലമാണോ എന്നൊക്കെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് സ്റ്റോൾ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പം ഞങ്ങളാണെങ്കിൽ തണ്ണീർമുക്കത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു.
മായാടി ബീച്ചിൽ പോയപ്പോൾ ഓൾറെഡി അവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്, അവിടുത്തെ ആൾക്കാർക്കായിരുന്നു പ്രശ്നം. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. പിന്നെ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ആദ്യമായിട്ടൊരു സ്റ്റോൾ ഇടുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാക്കാൻ വരും. പിന്നെ നമ്മൾ സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമേഴ്സ് വരുന്ന ഒരു പ്ലേസ് ആണോ എന്ന് വെച്ചാൽ ആൾക്കാർ കൂടുന്നൊരു സ്ഥലമാണോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾ എന്താണോ സെയിൽ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് സെയിലാവുന്ന ഒരു സ്ഥലമാണോ എന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇപ്പോൾ ബീച്ചിലൊക്കെ ആണെങ്കിൽ ഡ്രസ്സൊക്കെ പോകും. അല്ലാണ്ട് ഇപ്പം ഞാൻ പണ്ടേ പോയപ്പോൾ അവിടെ കൂടുതൽ ചിലവാകുന്ന ഐസ്ക്രീം, ചായ, കളിപ്പാട്ടങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇതുവരെ ആരും അവിടെ ഒരു ക്ലോത്തിങ്ങിൻ്റെ സ്റ്റോൾ ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും അത് പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അത് ആണ് നമ്മുടെ സെയിലിനെ ബാധിച്ചത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രസ്സ് വാങ്ങുമ്പോൾ കസ്റ്റമർ ഡ്രസ്സ് വാങ്ങുമ്പോൾ കൊടുക്കാനുള്ള കവറുകൾ, അത് കൂടുതലും പേപ്പർ കവറാണെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ 6 രൂപ 7 രൂപ ആ ഒരു റേഞ്ചിൽ പേപ്പർ കവർ കിട്ടും. അത് വാങ്ങി കൊടുക്കുക, വാങ്ങി അതിൽ പ്രൊഡക്റ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഫണ്ട് നമ്മൾ ഡ്രസ്സിൽ തന്നെ ആഡാക്കി കൊടുക്കണം. അതിൻ്റെ ഫണ്ട്, അതുപോലെ നമ്മൾ കൊടുക്കുന്ന ചെറിയ ഗിഫ്റ്റിൻ്റെ ഫണ്ട്, ഇതൊക്കെ പ്രൊഡക്റ്റിൽ തന്നെ ആഡാക്കി വെച്ചേക്കണം. അല്ലെങ്കിൽ അത് നമുക്ക് പിന്നെ ലോസ് ആയിട്ട് വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ ഒട്ടിച്ച് വെക്കണം. അതിപ്പം ചെറിയ സ്റ്റാൻഡുകൾ കിട്ടും, വുഡൻ തന്നെ 3 ഇങ്ങനെ തടി ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റാൻഡുകൾ കിട്ടും. പക്ഷെ ഞാൻ ചെന്നപ്പോൾ അതെനിക്ക് കിട്ടിയില്ല, ചെറിയ സൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡിൽ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിനേലും ബെറ്റർ നമ്മളിങ്ങനെ സ്റ്റാൻഡിൽ തന്നെ ഇങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും. അത് കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. അതുപോലെ പേര്, നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് എല്ലാവരും ഒന്ന് പഠിക്കും. അത് വീണ്ടും കേൾക്കുമ്പോൾ അത് മനസ്സിലിരിക്കുകയും ചെയ്യും. പിന്നെ അത് എപ്പോഴേലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാനും ഒക്കെ അത് കാരണമാകും. അതുവഴി നമുക്ക് റീച്ച് വരും, അതുപോലെ പുതിയ കസ്റ്റമേഴ്സ് വരും, ഫോളോവേഴ്സ് വരും. അതൊക്കെ ഒരു കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സ്റ്റോൾ ഇടുമ്പോൾ കസ്റ്റമറെ നമ്മൾ വിളിച്ച് വരുത്താതിരിക്കുക. ഇപ്പോൾ വഴി കൂടെ പോകുന്നവരാണെങ്കിൽ ചേച്ചി വന്ന് സാധനം വാങ്ങുക എന്ന് പറഞ്ഞിട്ട് അവർ വന്ന് നമ്മുടെ സാധനങ്ങൾ വാങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവർ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന് വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഇനിയിപ്പോൾ അവർ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ ചെന്നാലും അവർക്കൊരു റിഗ്രറ്റ് വരരുത്, നമ്മൾ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചതാണെന്നോ അല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നെന്നോ ഒന്നും ഉള്ളൊരു റിഗ്രറ്റ് ഉണ്ടാവാത്ത രീതിയിൽ അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വാങ്ങുക. അവർ പ്രൊഡക്റ്റിനെ പറ്റി ചോദിച്ചാലൊക്കെ പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് അവരെ പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യാതിരിക്കുക. അത് ഒരു മെയിൻ റീസണാണ്. അവർക്ക് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതായിട്ട് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നരുത്. അങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. കസ്റ്റമർ വിചാരിക്കും വളരെ റേറ്റ് കുറവിലായിരിക്കും കൊടുക്കുന്നതെന്ന് ഉള്ളൊരു എക്സ്പെക്റ്റേഷൻ എല്ലാവരുടെയും ഉള്ളിൽ കാണും. നമ്മൾ ഒരു മിനിമം റേറ്റ് പറയുമ്പോൾ അവർ അയ്യോ ഇതെന്താ ഇത്ര റേറ്റ് എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത്. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ തന്നെ തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്താണ് പ്രൊഡക്റ്റ് ഇടുന്നത്. അപ്പോൾ ഹോൾസെയിലായിട്ടൊന്നുമല്ല നമ്മൾ മെറ്റീരിയൽസ് എടുക്കുന്നത്. അപ്പോൾ അതിന് ഓരോന്നിനും അതിൻ്റേതായ റേറ്റ് വരും. അതുപോലെ ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ, ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ ഡിസൈൻ റിപ്പീറ്റഡ് ആയിട്ട് മിക്കപ്പോഴും വരാറില്ല. ഇൻ കേസ് ആരെങ്കിലും പ്രത്യേകം ചോദിച്ച് ചെയ്യിപ്പിച്ചാൽ മാത്രമേ റിപ്പീറ്റഡായിട്ട് നമ്മളൊരു ഡിസൈൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇതിന് ഈ റേറ്റ് വരുന്നത്, ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ടാണോ എന്താണോ എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പം ഞങ്ങൾ കൊണ്ടുപോയപ്പോഴാണെങ്കിൽ ക്രോഷേ ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രോഷേ സാധനങ്ങൾക്ക് അത്യാവശ്യം മറ്റ് ഹെയർ ആക്സസറീസിനേക്കാളും റേറ്റ് വരുമല്ലോ. അപ്പോൾ കുറേ പേര് ചോദിച്ചു അതെന്താണ് അത്രയും റേറ്റ് വരുന്നത്. ഇത് ഇപ്പോൾ സ്ക്രഞ്ചീസ് ആണെങ്കിലും ഇതിലും റേറ്റ് കുറവിൽ വേറെ കിട്ടും. അപ്പോൾ ഞങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കും ചെയ്യാനായിട്ട്, അതൊക്കെ കൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോൾ ഇടുമ്പോൾ ഈ ഒരു റേറ്റിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചാണ് ഇട്ടേക്കുന്നത്. ഇതിൽ കൂടുതൽ റേറ്റ് കുറച്ചിട്ടാൽ നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ഇങ്ങനെ ഇത്രയും ദൂരത്തിൽ നിന്ന് വന്ന് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ സാധനങ്ങൾ സെയിലായത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റോൾ ഇടാനായിട്ട് പല സ്ഥലങ്ങളിൽ പോയി സ്റ്റോൾ ഇടാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മളെപ്പോഴും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ അറിയണമെന്നുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എംബ്രോയ്ഡറി ചെയ്ത് ഓൾമോസ്റ്റ് ഇത്ര ആയിട്ടുണ്ട്.
എന്താണെന്ന് നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം. നെക്സ്റ്റ് ഷോർട്സിൽ കൂടെ ഞാൻ എന്തായാലും ഈ ഔട്ട്ഫിറ്റ് എന്താണെന്ന് ഇട്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.